കൽപ്പറ്റ എം.എൽ.എ. ടി സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ യു.ഡി.എഫ് ജനപ്രതി സംഘം മുണ്ടക്കൈ ചൂരമല ദുരിതബാധിതർക്കായി ഒരുക്കുന്ന പുനരധിവാസ പ്രദേശത്ത് സന്ദർശനം നടത്തി. സന്ദർശന വേളയിൽ നോഡൽ ഓഫീസറുമായും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അധികൃതരുമായും സംഘം ചർച്ച നടത്തി. ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തി. എല്ലാവരുടെയും ജനപ്രതിനിധിയുടെ സാന്നിധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് പദ്ധതി സ്ഥലം സന്ദർശിച്ചത്. അതുപോലെ ഇതിന്റെ സ്പെഷ്യൽ ഓഫീസറായ ശ്രീ അരുണുമായി ദീർഘനേരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. സർക്കാർ വിഭാവനം ചെയ്തതനുസരിച്ച് പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ അദ്ദേഹവുമായി പങ്കുവെക്കുകയുണ്ടായി. അതിനുശേഷം ഊരാലുങ്കലിന്റെ ഡയറക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. അവിടെ കിഫ്കോണിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ സംസാരിച്ചു. ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. ഇപ്പോൾ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. തീർച്ചയായും സമയബന്ധിതമായി ഈ വീടിൻ്റെ നിർമ്മാണം സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയിലാണ്. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ആദ്യഘട്ട ഭവനങ്ങൾ ദുരന്തബാധിതരായ ആളുകൾക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. പൊതുസമൂഹത്തിന്റെ എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ, ഭവന പദ്ധതികളുടെ ക്രമീകരണത്തിന്റെ കാര്യത്തിൽ സർക്കാരിനുണ്ട്. എല്ലാവരും സർക്കാരുമായി ഈ കാര്യത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും സഹകരിച്ച ആളുകളാണ്. അതിൽ അഭിമാനമുണ്ട്. തീർച്ചയായും ഇതൊരു മാതൃകാ പദ്ധതിയായി ഉയരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കോമൺ അമ്യൂണിറ്റീസിന്റെ നിർമ്മാണം അത് പ്രത്യേകം തുടങ്ങാനുള്ള നടപടികൾ കൂടെ ദ്രുതഗതിയിൽ സ്പീഡപ്പ് ചെയ്യണം എന്നുള്ളത് സ്പെഷ്യൽ ഓഫീസറോട് നിർദ്ദേശവും കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ടി ഹംസ, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അനീഫ, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ഹംസ, ജില്ലാ പഞ്ചായത്ത് അംഗം വി.എൻ. ശശീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി. സുരേഷ് ബാബു, കൽപ്പറ്റ നഗരസഭാ അംഗം ഗിരീഷ്, കൽപ്പറ്റ വാർഡ് കൗൺസിലർ ഷെമീർ ഒടുവിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് ടൗൺഷിപ്പ് ഭൂമിയിൽ സന്ദർശനം നടത്തിയത്. ന്യൂസ് 1 കൽപ്പറ്റ.